നമസ്കാരം. കണ്ണിന് കണ്ണ് എന്നതല്ല ഇറാന്റെ ഇപ്പോഴത്തെ യുദ്ധമുറ. അവർ നിലപാടുകളും രീതികളും ഒക്കെ മാറ്റിയിരിക്കുകയാണ്. കണ്ണിന് പകരം തല എന്നതാണ് അവരുടെ പുതിയ നിലപാട്. അത് ഇറാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത്ര ശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിലെ സൈനിക മേധാവി ഇയാൽ സമീർ സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലും കൂസാത്ത ഒരു വ്യക്തിയാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ അദ്ദേഹത്തിന് പോലും ഇപ്പോൾ ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇയാൽ സമീർ പറയും, അത് ബെഞ്ചമിൻ നെതന്യാഹു കേൾക്കും. അയാളുടെ കൂടെ ഒരു താല്പര്യപ്രകാരമാണ് നിലവിലെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് എന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നതെങ്കിൽ ഇവിടെ ഇയാൽ സമീറിന് യുദ്ധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. മൾട്ടി ഫ്രണ്ട് അറ്റാക്കാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ നടക്കുന്നത്. അത് അതിഭീകരമാണ്. പിടിച്ചു നിൽക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്നു എന്ന് തന്നെയാണ് ഇവിടെ സൈനിക മേധാവി വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ ജനങ്ങളൊക്കെ വലിയ ഭീതിയിലാണ്. ഈ ഒരു സമയത്ത് തന്നെ പ്രതിപക്ഷവും ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ആയുധങ്ങളില്ലാതെ സൈന്യത്തെ നിർബന്ധിച്ച് യുദ്ധമുഖത്തേക്ക് അയക്കുന്നു. സൈനികരുടെ ജീവൻ അപകടത്തിലാണ്. പിന്നെ ഇവിടെ മനുഷ്യക്ഷാമം നേരിടുന്നു. സൈന്യത്തിൽ നിർബന്ധിച്ച് പലരെയും സൈന്യത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഇതെല്ലാം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. ഹിസ്ബുള്ളയുമായിട്ടുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് കഴിഞ്ഞ ദിവസം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. അതായത് 29ഓളം മെർക്കാവ ടാങ്കുകളാണ് ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലിന് നഷ്ടമായത്. അതുപോലെ തന്നെ 10ഓളം സൈനിക ബേസുകളിലേക്കും ഹിസ്ബുള്ള ആക്രമണം നടത്തി. 100-ലധികം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ, അതുപോലെ തന്നെ ഗൈഡഡ് മിസൈലുകളൊക്കെ ഈ ആക്രമണത്തിന് ഹിസ്ബുള്ള ഉപയോഗിച്ചു. നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റു എന്ന വിവരം പുറത്തു വരുന്നു. അതായത് സ്ഥിരമായി പരിക്കേറ്റ അവസ്ഥയിലേക്ക് അവർ മാറി. ഇനി സൈന്യത്തിൽ അവർക്ക് സേവനം അനുഷ്ഠിക്കാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. എന്തായാലും ഹിസ്ബുള്ള ഈ യുദ്ധമുഖത്തേക്ക് വന്നതോടുകൂടി ഇസ്രായേലിലെ അവരുടെ സൈനികരായിട്ടുള്ള ആളുകൾക്ക് വലിയ നഷ്ടങ്ങൾ, അവരുടെ ടാങ്കുകളൊക്കെ ഒരുപാട് തകരുന്ന സാഹചര്യം ഉണ്ടായി. അതേസമയം ഇറാൻ ഇവിടെ ഇസ്രായേലിനകത്തേക്ക് 83ാമത് ആക്രമണം, 83ാമത്തെ തരംഗം അവർ വിക്ഷേപിച്ചു കഴിഞ്ഞു. ഇത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന വാർത്ത പുറത്തു വരികയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാന്റെ ആക്രമണങ്ങൾ കൃത്യസ്ഥലത്ത് തന്നെയാണ് പതിച്ചത്. അതുപോലെ തന്നെ അമേരിക്കൻ ബേസുകൾ, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ബേസുകൾ മിക്കവാറും തകർന്ന് തരിപ്പണമായി എന്ന അവകാശവാദവും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ അവകാശവാദങ്ങളൊക്കെ ഏറെക്കുറെ സ്ഥിരീകരിച്ചതാണ്. അതൊക്കെ സത്യമാണ്. അത്രമാത്രം നഷ്ടങ്ങൾ അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ സൈനികർ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സിവിലിയന്മാർ താമസിക്കുന്ന സിവിലിയൻ മേഖലകളിലേക്ക് അവർ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില കേന്ദ്രങ്ങളിൽ അവർ അഭയം പ്രാപിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സൈനിക കേന്ദ്രങ്ങളൊക്കെ ഏറെക്കുറെ അടച്ചുപൂട്ടിയിരിക്കുന്നു. ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അമേരിക്കൻ ബേസുകൾ പൂട്ടിപ്പോകണം എന്നുള്ളതാണ്. ഏറെക്കുറെ അമേരിക്കൻ ബേസുകൾ ഇതിനോടകം പൂട്ടിക്കഴിഞ്ഞു. സൈനികരൊക്കെ പേടിച്ച് സ്ഥലം വിട്ടിരിക്കുന്നു. വെറുതെ അല്ല ട്രംപിന് യുദ്ധം നിർത്തണം എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായത്. ട്രംപിന്റെ ഒരു തന്ത്രം ഇവിടെ എന്തായാലും വിലപ്പോയിട്ടില്ല. തൽക്കാലം വെടിനിർത്തൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിന് ശേഷം പൂർവാധികം ശക്തിയോടുകൂടി ഇറാനെ ആക്രമിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ഒരു ലക്ഷ്യം. അത് ഇവിടെ ബാക്ക് ചാനൽ വഴി അത് വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ 10,000-ഓളം സൈന്യത്തെ ഇറാനെതിരെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ട്രംപിനൊന്ന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അത് ഇറാൻ കൊടുക്കുന്നില്ല. അത്ര മാരകമായിട്ടുള്ള പ്രഹരങ്ങൾ ട്രംപിനും അതുപോലെ തന്നെ അമേരിക്കൻ ആസ്തികൾക്കു നേരെയും അമേരിക്കൻ താല്പര്യങ്ങൾക്കു നേരെയും ഒക്കെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഒരു പ്രതിനിധി ഇപ്പോൾ വ്യക്തമാക്കിയത്, ഇതുവരെ ഞങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങൾ മാത്രമാണ് ആക്രമിച്ചത്. ഇനി അമേരിക്കയെ ഇനിയും കൂടെ കൂട്ടാനാണ് ഗൾഫ് രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ രാജ്യം അത് ഞങ്ങളുടെ ശത്രു പട്ടികയിൽ ഉണ്ടാകും. ഇനി ഞങ്ങൾ ഒട്ടും പുറകോട്ട് പോകില്ല, ഞങ്ങൾ ശക്തമായി തന്നെ ആക്രമിക്കും എന്ന ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ കഴിഞ്ഞ സമയങ്ങളിൽ പോലും ഉണ്ടായത്.
എന്തായാലും ഇവിടെ ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച ഈ യുദ്ധം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇറാൻ തന്നെയാണ്. നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. പല പ്രമുഖരും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അതിഭീകരമായിട്ടുള്ള, ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.